സിന്ദൂരരേഖ ഭാഗം 42. ഇനി ഒരുപാട് ദൂരം പോണോ? ഒരു 10 മിനിറ്റ് യാത്ര കഴിഞ്ഞിട്ടും വണ്ടി സ്ഥലത്തെത്തിയില്ല എന്ന് കണ്ടതും അമ്മാള് ചോദിച്ചു. സ്ഥലം അപ്പാർട്ട്മെന്റിന്റെ അടുത്തായിട്ടാണെന്ന് അവൻ പറഞ്ഞത് അവൾക്കൊരു ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് അവൾ അന്നേരം അവനോട് അങ്ങനെ ചോദിച്ചത്. ഇതാണോ സ്ഥലം? റിസോർട്ടിന്റെ മുന്നിലെ വാതിലിലേക്ക് നോക്കിക്കൊണ്ട് അമ്മാളു അത്ഭുതത്തോടെ ചോദിച്ചു. യെസ്, ഇറങ്ങ്. വീണ്ടും അതിൻ്റെ വാതിലിലേക്കും മുന്നിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഗാർഡനിലേക്കൊക്കെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മാളുവിനെ അവൻ വിളിച്ചു. വീണ്ടും അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൾ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. ഇതെന്താ, റിസോർട്ടിലൊക്കെയാണോ എക്സിബിഷൻ നടക്കുന്നത്? ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ അമ്മാളു പുതിയൊരു കാര്യം അറിയുന്ന ആകാംക്ഷയോടെ ആയിരുന്നു അവനോട് അത് ചോദിച്ചത്. അവളുടെ ആകാംക്ഷയോടെയുള്ള ചോദ്യം കേട്ടതും മനു അവളെ ഒന്ന് നോക്കി. പിന്നെ ഈ എക്സിബിഷനൊക്കെ എവിടെ നടക്കുന്നു എന്നാണ് നീ കരുതിയിരിക്കുന്നത്? കണ്ണിൽ വെച്ചിരുന്ന കൂളിംഗ് ഗ്ലാസ് ഊരി മാറ്റിക്കൊണ്ട് അവൻ ചോദിച്ചതും അമ്മാളു ആലോചിക്കുന്നത് പോലെ ഒന്ന് നിന്നു. അത് പിന്നെ ഈ ഷീറ്റൊക്കെ വലിച്ചു കെട്ടി, അല്ല, ഈ വലിയ കൂടാരം പോലെയൊക്കെ ഇല്ലേ? അവൾ അതിനെക്കുറിച്ച് എന്തൊക്കെയോ അവനോട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എങ്കിലും എന്താണ് കാരണം എന്നുള്ളത് അവൾക്ക് അവനോട് തുറന്ന് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് സർക്കസ് അല്ല, പിന്നെ നാട്ടിലുള്ള എക്സിബിഷൻ പോലെ ഫ്ലവർ ഷോ, പെറ്റ് ഷോ എന്നൊക്കെ പറയും പോലുള്ള സംഭവങ്ങളൊന്നും അല്ല ഇത്. മനു പറഞ്ഞത് കേട്ടതും അമ്മാളു ആണോ എന്ന രീതിയിൽ അവനെ നോക്കി. മനു ആണെങ്കിൽ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവളുമായിട്ട് അകത്തേക്ക് കയറി. അകത്തേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ അതിനുള്ളിൽ ഒരു ബാങ്ക്വറ്റ് ഹാളുണ്ട്. അതിലേക്ക് അവൻ കയറി പോകുന്നത് കണ്ടപ്പോൾ അവിടെയാണ് എക്സിബിഷൻ നടക്കുന്നത് എന്നവൾക്ക് മനസ്സിലായി. അകത്തേക്ക് കയറിയപ്പോൾ മനുവിനെ കണ്ടപ്പോൾ തന്നെ ഒത്തിരി പേർ അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. സാറെന്താ പെട്ടെന്നൊരു ദിവസം പറയാതെ നാട്ടിലേക്ക് പോയി കളഞ്ഞത്? അക്ഷയായിരുന്നു അവൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചത്. മനു ഒന്നും മിണ്ടിയില്ല. ഫ്ലാറ്റിൽ നോക്കിയപ്പോൾ ഫ്ലാറ്റ് പൂട്ടിയിരിക്കുന്നു. വിളിച്ചു ചോദിക്കാനാണെങ്കിൽ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലായിരുന്നു. അത് അത്യാവശ്യമായിട്ടൊന്ന് നാട്ടിൽ പോകേണ്ട കാര്യമുണ്ടായിരുന്നു. മനു സമാധാനത്തിൽ അങ്ങനെയാണ് പറഞ്ഞത്. അത് കേട്ടതും അക്ഷയ് ഒന്ന് തലയാട്ടിക്കൊണ്ട് അമ്മാളുവിനെ നോക്കിയും ഒന്ന് പുഞ്ചിരിച്ചു. ഹേയ് മാനവ് എന്ന് വിളിച്ചുകൊണ്ട് പെട്ടെന്നാണ് ഒരാൾ അവരുടെ അടുത്തേക്ക് നടന്നു വന്നത്. ഹേയ് പ്രകാശ് സാർ എന്ന് പറഞ്ഞ് മനു അയാൾക്ക് നേരെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് അയാളെ പുണർന്നു. തൻ്റെ എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്? യെസ് സാർ, ഇപ്പോൾ 3 ദിവസമായി. ആണോ? എൻ്റെ ഫ്രണ്ട്സാ പറഞ്ഞത് ഇവിടെ നല്ലൊരു എക്സിബിഷൻ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി. പിന്നെ കാണുക മാത്രമല്ല കേട്ടോ, ഐ ഹാവ് പർച്ചേസ്ഡ് സം ഇൻട്രസ്റ്റിംഗ് പെയിൻറ്റിങ്സ് ടു. ഓ താങ്ക് യു സർ, ആയുഷ് പുഞ്ചിരിയോടെ പറഞ്ഞു. അമ്മാളു ആണെങ്കിൽ ഇവരുടെ സംസാരമൊക്കെ നോക്കി നിൽക്കുകയാണ്. രണ്ടുപേരും പരസ്പരം പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ അവർ രണ്ടുപേരെയും മാറി മാറി നോക്കി നിൽക്കുമായിരുന്നു. ഇത് തൻ്റെ വൈഫാണോ? അയാൾ ചോദിച്ചതും മനു അമ്മാളുവിനെ ഒന്ന് നോക്കി. യെസ്, മൈ വൈഫ് സംസ്കൃതി. അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് മനു അയാളോടായി പറഞ്ഞു. അവനങ്ങനെ പറയുന്നത് കേട്ട് അമ്മാളുവിൻ്റെ മനസ്സിൽ ഒരു കുളിരി പോലെ തോന്നി. എന്തോ ഒരു സന്തോഷം. അമ്മാളു അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. താനിപ്പോൾ ഏതോ സ്വപ്ന ലോകത്താണ് നിൽക്കുന്നത് എന്നാണ് അവൾക്ക് അന്നേരം തോന്നിയത്. അവൻ മൈ വൈഫ് എന്ന് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കിയതാണ് അവളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത്. ഇങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത് സ്വപ്നത്തിൽ മാത്രം കരുതിയിരുന്ന കാര്യങ്ങളായിരുന്നു. അമ്മാളു സ്വപ്നത്തിലെന്ന പോലെ അവനെ നോക്കി. സംസ്കൃതി, ഇതാണ് പ്രകാശ് സാർ, സീനിയർ കാർഡിയോളജിസ്റ്റാണ്. അത് പറഞ്ഞതും അമ്മാളു പ്രകാശ് സാറിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. താനിപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ MA ഭരതനാട്യം കഴിഞ്ഞു. ഇപ്പോൾ അതിൽ PhD ചെയ്തുകൊണ്ടിരിക്കുക. പുഞ്ചിരിയോടെ തന്നെ അയാളുടെ ചോദ്യത്തിന് അമ്മാളു മറുപടിയും കൊടുത്തു. മാനവ് ബിസി അല്ലെങ്കിൽ എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണമായിരുന്നു. പ്രകാശ് സാർ ചോദിച്ചതും മനു അമ്മാളുവിനെ ഒന്ന് നോക്കി. അമ്മാളു അവനോട് സംസാരിക്കുന്ന രീതിയിൽ കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് നീങ്ങി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്തോ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് മനു തിരികെ വന്നു. പിന്നീട് അങ്ങോട്ട് മനുവിനെ കാണാൻ കിട്ടിയില്ല എന്ന് തന്നെ പറയാം. ഓരോ ആളുകൾ വരുന്നു, സംസാരിക്കുന്നു. അല്ലാത്തപ്പോഴൊക്കെ അവൻ ഓരോ കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യുന്നു. എല്ലാവർക്കും വേണ്ട ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അമ്മാളും ആകെ ഒറ്റയ്ക്കായി. കുറേ നേരം ഫോണിലൊക്കെ നോക്കിയിരുന്നുവെങ്കിലും അതും അധികമായപ്പോൾ അവൾക്ക് ബോറാവാൻ തുടങ്ങി. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് മനു വന്ന് അവളോട് ഭക്ഷണം കഴിക്കാനൊക്കെ പറഞ്ഞു. വിശപ്പ് തോന്നാത്തത് കൊണ്ട് കഴിച്ചില്ല. കുറച്ചു നേരം അവനെ കാത്തിരുന്ന് നോക്കിയെങ്കിലും അവൻ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ തനിയെ പോയി കഴിച്ചു. വീണ്ടും വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ നോക്കിയും അവരോടൊക്കെ നോക്കി ചിരിച്ചു കാണിച്ചും അമ്മാളും അവിടെ ഒരു കസേരയിലിരുന്നു. മനുവേട്ടാ. കുറച്ചു കഴിഞ്ഞതും ഇനിയും ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇങ്ങനെ ഒന്നും മിണ്ടാതൊന്നും ചെയ്യാതിരിക്കാനാവുന്നില്ല എന്ന് കണ്ടതും അവൾ അവൻ്റെ അടുത്തേക്ക് വന്ന് വിളിച്ചു. മനു അവളെ എന്താണെന്ന രീതിയിൽ നോക്കി. എന്നെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി ആക്കി തരുമോ മനുവേട്ടാ? ഇപ്പോഴോ? മനു വാച്ചിലേക്ക് സമയം നോക്കിക്കൊണ്ട് ചോദിച്ചു. സമയം വൈകുന്നേരം 5 മണിയൊക്കെ ആകാറായിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ?
ഇത്രയും നേരം തന്നെ ഒരു കണക്കിനായിരുന്നത്. എനിക്കിവിടെ ആകെ ബോറടിക്കുന്നു. അമ്മാള് മുഖം ചുളിച്ചോണ്ട് പറഞ്ഞു. ഒരു നിമിഷം മനു ഒന്ന് ആലോചിച്ചു. ഒരു 1 അവർ കൂടി എന്തായാലും എനിക്കിവിടെ നിൽക്കേണ്ടി വരും. കാരണം 2 ദിവസം മാറി നിന്നതാണല്ലോ. ഒരു 1 അവറോട് ക്ഷമിക്ക്. അത് കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാം. മനു പറയുന്നത് കേട്ടതും അമ്മാള് കിളി പോയതുപോലെയാണ് അവനെ നോക്കിയത്. കാരണം ഇങ്ങനെയൊരു കാര്യം പറഞ്ഞെല്ലാം അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ വായിലിരിക്കുന്നത് കേൾക്കും എന്നാണ് അവൾ കരുതിയത്. പക്ഷേ അതൊന്നും ഇല്ലാതെ സമാധാനത്തിലെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരുന്നവനെ കണ്ടതും അമ്മാളുവിൻ്റെ തലയിൽ ഉണ്ടായിരുന്ന കിളികൾ കൂടും കുടുക്കയും എടുത്ത് പോയതുപോലെ ആയിപ്പോയി. പറഞ്ഞത് കേട്ടോ? ഒന്നും മിണ്ടാതെ അന്തം വിട്ടതുപോലെ നിൽക്കുന്ന അമ്മാളുവിനോട് മനു വീണ്ടും ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ടതും ബോധം വന്നതുപോലെ അവൾ തലയാട്ടി. എങ്കിൽ അവിടെ പോയിരുന്നോ? പോകാൻ സമയമാകുമ്പോഴേക്കും ഞാൻ വന്ന് വിളിക്കാം. അന്നേരം വന്നാൽ മതി. അതിനും യാന്ത്രികമായി തലയാട്ടിക്കൊണ്ട് അവൾ തിരിച്ച് കസേരയിൽ പോയിരുന്നു. ഇയാൾക്കിതെന്ത് പറ്റി? ഒരു ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ? ഇനി എനിക്കാണോ കുഴപ്പം? അമ്മാളു ആലോചിച്ചു പോയി. അവൻ ഇത്രയും പാവമായിരുന്നോ എന്നും അവൾ ഒരു നിമിഷം ചിന്തിച്ചു പോയി. മതി, ഇത്രയൊക്കെ മതി. ഇതിലും കൂടുതലായിട്ടൊന്നും താൻ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടില്ല. എന്നെങ്കിലും ഒരു ദിവസം അവൻ തന്നെ ഒന്ന് അംഗീകരിച്ചാലും മതി എന്നത് മാത്രമായിരുന്നു തൻ്റെ ആഗ്രഹം. ഇന്നിപ്പോൾ അവൻ തന്നെ മനസ്സിലാക്കുന്നുണ്ട്, തന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നുമുണ്ട്. അത്രമാത്രം മതി. മനുവിനെ തന്നെ വേണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ച് വിവാഹം കഴിക്കുമ്പോൾ ഇതിൽ കൂടുതലായിട്ടൊന്നും തൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അവൻ്റെ മാറ്റവും തന്നോടുള്ള പെരുമാറ്റവും ഒക്കെ ഒരു നിമിഷം അമ്മാളുവിൻ്റെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു വന്നു. പക്ഷേ ആരും കാണാതെ അമർത്തി തുടച്ചുകൊണ്ട് അമ്മാളുവും ആരോടൊക്കെയോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന മനുവിനെ ഒന്ന് നോക്കി. ദേഷ്യം കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ വെറും ഒരു പാവമാണ്. അമ്മാളു ഓർത്തു. പുറമേ ദേഷ്യം പ്രകടിപ്പിക്കുമെങ്കിലും ചിലപ്പോൾ അത് പറയുമ്പോൾ അതിനേക്കാൾ 1000 ഇരട്ടി ആ മനസ്സ് വേദനിക്കുന്നുണ്ടാകും. അമ്മാളു അവനെ അങ്ങനെ നോക്കിയിരുന്നുകൊണ്ട് ചിന്തിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ അവൾ പോലും അറിയാതെ മുന്നിലുള്ള ടേബിളിൽ കൈകുത്തി തലയിൽ കൈവച്ചുകൊണ്ട് അവൾ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. മാഡം സാറിനെ നോക്കുവാണോ? പെട്ടെന്നാണ് മുന്നിൽ നിന്നൊരു ശബ്ദം. അത് കേട്ടപ്പോൾ അമ്മാള് പെട്ടെന്ന് ഞെട്ടലോടെ മുന്നിലേക്ക് നോക്കി. മുന്നിൽ അക്ഷയ്. അവൻ അവളെ നോക്കി പുരിക ഉയർത്തി. ഇല്ല, ഞാൻ വെറുതെ. അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അക്ഷയ് മുന്നിലേക്ക് നടന്നു. അമ്മാളു ചമ്മിയെ ചിരിച്ചുകൊണ്ട് സ്വയം തലക്കിട്ടടിച്ചു. കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അമ്മാളുവിന് പതിയെ ഉറക്കം വരാൻ തുടങ്ങി. ഇടയ്ക്ക് ഉറക്കം വന്നപ്പോൾ ഒരു കോഫിയൊക്കെ വാങ്ങി കുടിച്ച് ഉറക്കം മാറ്റിയെടുത്തതാണ്. ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള റൂം ഉണ്ടായിരുന്നു അവിടെ. മനുവിനോട് പറഞ്ഞ് അമ്മാളു അവിടെ പോയിരുന്നു. മനു വരുന്നത് വരെ അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞാണ് പോയത്. എങ്കിലും ഉറക്കം വരുന്നത് കൊണ്ട് തന്നെ അവൾ അവിടെ ഉണ്ടായിരുന്ന മേശമേലേക്ക് തലവെച്ച് കിടന്നുറങ്ങി. മനുവിൻ്റെ 1 മണിക്കൂർ എന്നത് 2 മണിക്കൂർ അടുപ്പിച്ച് ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഏകദേശം ഉണ്ടായിരുന്ന ജോലികളൊക്കെ ചെയ്തു തീർത്ത് അവൻ അമ്മാളുവിൻ്റെ അടുത്തേക്ക് വന്നത്. അവൻ വന്ന് നോക്കുമ്പോൾ കാണുന്നത് മേശമേൽ തലവെച്ച് കിടന്നുറങ്ങുന്ന അമ്മാളുവിനെയാണ്. അത് കണ്ടപ്പോഴാണ് അവന് സമയം നോക്കിയത്. സമയം 7 മണിയാകാൻ പോകുന്നു. സംസ്കൃതി. അവൻ അവളെ തട്ടി വിളിച്ചു. എവിടെ? ഏത് സംസ്കൃതി? അവൾ അനങ്ങിയത് പോയിട്ട് അവൻ വിളിച്ചത് അറിഞ്ഞിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. സംസ്കൃതി. അവൻ വീണ്ടും അല്പം ഉറക്കെ അവളെ തട്ടി വിളിച്ചു. അമ്മാള് പതിയെ കണ്ണു തുറന്നു. അല്ലെങ്കിൽ തന്നെ ഉറക്കഭ്രാന്തിയാണ്. അപ്പോൾ ഇത്രയും നേരമൊക്കെ ഉറങ്ങാതിരുന്നത് തന്നെ ഭാഗ്യമെന്ന് പറയാം, മനു ഓർത്തു. എടോ പോണ്ടേ? അവൻ ചോദിച്ചതും ഒന്ന് മൂളിക്കൊണ്ട് അമ്മാളും എഴുന്നേറ്റു. ഉറക്കച്ചടവുണ്ടായിരുന്നുവെങ്കിലും അവൻ്റെ കൂടെ അവൾ ഒരു കണക്കിന് പാർക്കിംഗ് ഏരിയയിലേക്ക് ചെന്ന് കാറിലേക്ക് കയറി. കാറിൽ കയറിയപ്പോൾ അമ്മാളും സൈലൻ്റാണ്. നല്ല തിരക്കുള്ള റോഡായതുകൊണ്ട് മനു അവളോട് സംസാരിച്ചില്ല. പക്ഷേ തിരക്കുള്ള റോഡിൽ നിന്നൊക്കെ മാറി അവൻ അമ്മാളുവിനെ നോക്കിയപ്പോൾ കാണുന്നത് സീറ്റിലേക്ക് തലചാരി വെച്ച് ഉറങ്ങുന്ന ഇവളെയാണ്. ഓ, ഇങ്ങനെ ഒരു ഉറക്കഭ്രാന്തി, അവൻ മനസ്സിലാലോചിച്ചു. ഫ്ലാറ്റ് ഏകദേശം 15 മിനിറ്റ് ദൂരത്തിലാണ്. അമ്മാളും ആ ഫ്ലാറ്റിൽ നിന്ന് മാറിയാൽ കൊള്ളാമെന്ന് പറഞ്ഞതുകൊണ്ട് അക്ഷയോട് മറ്റൊരു ഫ്ലാറ്റ് അവിടെ അടുത്ത് തന്നെയായിട്ട് കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കിട്ടിയാൽ അങ്ങോട്ട് മാറണം. മനു ഓരോന്നൊക്കെ ആലോചിച്ചാണ് വണ്ടി ഓടിച്ചത്. വണ്ടി ഫ്ലാറ്റിലേക്ക് എത്തുന്ന സമയം കൊണ്ട് അമ്മാള് നന്നായിട്ട് ഉറങ്ങിപ്പോയിരുന്നു. വണ്ടി പാർക്ക് ചെയ്ത് നിർത്തിക്കൊണ്ട് അവൻ അവളെ വിളിച്ചു. സംസ്കൃതി. എവിടുന്ന്? ഉറങ്ങിയാൽ അമ്മാള് വെറും ശവമാണ് സുഹൃത്തുക്കളെ. സംസ്കൃതി. അവൾ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് തല മറുവശത്തേക്ക് തിരിച്ചു കിടന്നു. മനു ആണെങ്കിൽ ഇതെന്ത് പാടാണെന്ന രീതിയിലായിപ്പോയി. ഹോ, ഇതിനെ ഫ്ലാറ്റിൽ തന്നെ നിർത്തുന്നതായിരിക്കും നല്ലത്. ഒരു നിമിഷം അവൻ ചിന്തിച്ചു പോയി. ഒടുക്കം ഇനി വിളിച്ചാലും രക്ഷയില്ലാന്ന് മനസ്സിലായപ്പോൾ മനു തന്നെ അവളെ കയ്യിൽ കോരിയെടുത്തു. ഇതെന്താ തൂവലോ? അവളെ പൊക്കിയെടുത്തപ്പോൾ അവൻ മനസ്സിലാലോചിച്ചു. താൻ ദിവസവും കൊണ്ടുപോകുന്ന ബാഗിനുള്ള കനം പോലും ഇല്ല ഇതിന്. മനു ഓർത്തുകൊണ്ട് ലിഫ്റ്റ് കയറി. ലിഫ്റ്റ് കയറുമ്പോഴൊക്കെ ആളുകൾ അവനെ നോക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ അവരെ ഒന്നും മനു മൈൻഡ് കൂടി ചെയ്തില്ല. ഫ്ലാറ്റ് തുറക്കാൻ മനു നന്നായി കഷ്ടപ്പെട്ടു.
എങ്കിലും ഒരു വിധത്തിൽ അത് തുറന്ന് അകത്ത് അവളെ കൊണ്ട് കയറി. അകത്തേക്ക് കയറി അവളെ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി. ഹോ, അവനൊന്ന് ദീർഘമായി നിശ്വസിച്ചു. അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത്. നോക്കുമ്പോൾ അമ്മയാണ്. ഫോൺ എടുത്തപ്പോൾ തന്നെ അമ്മാളും എവിടെയാണെന്നാണ് അമ്മ ചോദിച്ചത്. അയാൾ ഉറങ്ങിപ്പോയി. മനു പറഞ്ഞതും അത് ശരിയായിരിക്കുമെന്ന് അമ്മയ്ക്കും തോന്നി. കാരണം കുറച്ചു നേരം ഒന്ന് വെറുതെ ഇരിക്കാൻ കിട്ടിയാൽ അപ്പോൾ തന്നെ കിടന്നുറങ്ങുന്നൊരു സ്വഭാവമാണ് അവൾക്ക്. അതെവിടെയാണ് എപ്പോഴാണെന്നൊന്നുമില്ല, വെറുതെ ഇരുന്നാൽ അപ്പോൾ ഉറങ്ങണം. അമ്മ അവളുടെ കാര്യം ഓർത്തപ്പോൾ ഒന്ന് ചിരിച്ചുപോയി. ഇന്ന് അവൾ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ടാണോ നീ പോയത്? ഇല്ല, ഞാൻ പോയപ്പോൾ ഞാൻ കൊണ്ടുപോയി. പക്ഷേ ഞാൻ പറഞ്ഞതല്ലേ അമ്മ, അവൾക്ക് അവിടെ അങ്ങനെ ഒരുപാട് നേരം വെറുതെ ഇരിക്കാനൊന്നും പറ്റുന്നില്ല എന്ന്. എങ്കിലും സാരമില്ല, അവിടെ അവളെ ഒറ്റയ്ക്ക് ഇരുത്തണ്ട, നീ കൂടെ കൂട്ടിക്കോ. അതമ്മേ, അത് പിന്നെ ഈ ഫ്ലാറ്റ് മാറി വേറെ നോക്കാമെന്ന് കരുതി ഞാൻ, കുറച്ചുകൂടെ സേഫായിട്ടുള്ളത്. മനു പറഞ്ഞതും അമ്മയൊന്നും മൂളി. ആ സംസാരം അധികം നേരം നീണ്ടു നിൽക്കാതെ അമ്മ വേഗം തന്നെ ഫോൺ വെക്കുകയും ചെയ്തിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ തന്നെ വരാട്ടോ. അപ്പോൾ ബൈ.